നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് സന്തോഷം. സന്തോഷം പോസിറ്റീവ് തിങ്കിങ് അല്ല, മറിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിനൊക്കെ പോകുന്ന പോലെ ആവർത്തിച്ചുള്ള ശീലങ്ങൾ വഴി നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കഴിവാണ്. ഒരുപാട് വിഷമത്തിലൂടെ പോകുന്ന ഒരാൾ, താൻ കൂടെ ജീവിക്കുമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തി തന്നെ വിട്ടുപിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നു. തനിച്ചാവുകയാണ്. അദ്ദേഹം ലീവ് എടുക്കുന്നു. അടുത്ത് പ്രകൃതിക്ഷോഭ നിമിത്തം വിഷമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി വോളണ്ടിയർ ആയിട്ട് പോകാൻ തീരുമാനിക്കും. അപ്പോൾ ഒരാൾ വലിയ മനോവ്യഥയുള്ളപ്പോൾ ലീവ് എടുത്ത് തനിച്ചിരുന്ന് സങ്കടങ്ങളോട് സല്ലപിക്കുന്നതും മറ്റൊരാൾ സങ്കടങ്ങളെ മറികടന്ന് സഹായിക്കുവാൻ വോളണ്ടിയർ ആയിട്ട് പോകുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, അഥവാ മനസ്സിൻ്റെ ആരോഗ്യത്തെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നതല്ല, മറിച്ച് പ്രശ്നങ്ങളെ നേരിടുന്ന രീതിയാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ, അവന് ഒരുപാട് വിഷമവും ദേഷ്യമൊക്കെ തോന്നുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവൻ സൈക്കിളെടുത്ത് കുറേ ഇങ്ങനെ ചവിട്ടി അങ്ങ് പോകും. കുറേ അങ്ങ് പോയി പിന്നെ ചവിട്ടി അങ്ങ് കുറേ പോയി കഴിയുമ്പോൾ അവന് തോന്നും ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ബെറ്ററായി തോന്നുമ്പോൾ അവൻ തിരിച്ച് സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോരും. ഇതുപോലെ ബസ് യാത്രയൊക്കെ പോയി തിരിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട്. മറ്റൊരാൾ പറഞ്ഞതാണ്, എനിക്ക് ഒരുപാട് സങ്കടമുള്ളപ്പോൾ എനിക്ക് ആരുടെ വർത്തമാനം പറയാൻ തോന്നില്ല, പാട്ട് കേൾക്കാൻ പോലും തോന്നില്ല, എനിക്ക് ആകെ തോന്നാം മാറിക്കിടക്കാം. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഓർമ്മകൾ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഫോൾഡറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ എടുത്തിങ്ങനെ ഓരോന്നോരോന്ന് നോക്കുകയാണ്. ഇപ്പോഴത്തെ നല്ല പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് തെളിഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു. കുറച്ചുകൂടി ജമ്പി റോക്കി ആയിട്ടുള്ള പാട്ടുകൾ ഇട്ട് കേൾക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട്, അപ്പോൾ കൈ ഇങ്ങനെ പതുക്കെ താളം പിടിക്കുന്നു, കാലൊക്കെ ചൂട് പിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് ബെറ്ററായി തെളിഞ്ഞു വരുന്നത് കാണുമ്പോഴേക്കും ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസ് യൂട്യൂബിലിട്ട് അതിനോടൊപ്പം നൃത്തം ചവിട്ടുന്നു. അങ്ങനെ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ കയറി വരാൻ സഹായിക്കുന്ന, ഉപയോഗിക്കാവുന്ന ഒരു ഗോവണിയായിട്ട് സന്തോഷങ്ങളെ കാണാം. നമുക്കതിനെ ഹാപ്പിനെസ് ബൂസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. നമുക്ക് ഏറ്റവും സങ്കടമുള്ളൊരവസ്ഥ, കുറച്ചുകൂടി ബെറ്ററായിരിക്കുന്ന അവസ്ഥ, കുറേ കൂടി ബെറ്ററായിരിക്കുന്ന അവസ്ഥ, അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാവുന്ന ഹാപ്പിനെസ് ആക്ടിവിറ്റീസ് ലിസ്റ്റായി തയ്യാറാക്കിയിട്ട് നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് സങ്കടങ്ങളെ ഉൾക്കൊള്ളാനും എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്ന് ജീവിതത്തിൻ്റെ ഒരു ബാലൻസ്, മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ സന്തോഷത്തെ ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു.